ആ ഇലകൾക്കിടയിൽ എന്തോ അനങ്ങുന്ന പോലെ തോന്നുന്നില്ലേ? അതെന്താണ്? രാത്രി 12 മണിക്ക് തന്നെ വീട്ടിൽ നിന്നും വണ്ടിയെടുത്തിറങ്ങി നേരെ സുമതി വളവിലേക്ക്. കാറും മറ്റ് വാഹനങ്ങളും തനിയെ നിന്ന് പോകുന്നു. അതുപോലെ ബൈക്കിൽ പോകുന്ന ആൾക്കാർ തെറിച്ച് വീഴുന്നു, താഴെ വീഴുന്നു. പിന്നെ വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീയെ കാണുന്നു, തീ കണ്ണുള്ളൊരു നായയെ കാണുന്നു. ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കുറേ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള സുമതി വളവ്. പാലോടിനടുത്ത് മൈലമൂട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് എസ് ഷേപ്പിലുള്ള ഒരു വളവാണ് ഈ സുമതി വളവ്. ആരായിരുന്നു സുമതി എന്നറിയാവോ? പണ്ടത്തെ ഒരു ദരിദ്ര കുടുംബത്തിലെ യുവതിയായിരുന്നു സുമതി. ഒരു അരിക്കച്ചവടക്കാരുടെ മകളായിരുന്നു 22 വയസ്സുള്ള സുമതി. സുമതി വീടിനടുത്തുള്ള താണു മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വച്ചിട്ട് താണു മുതലാളിയുടെ മകൻ രത്നാകരൻ സുമതിയെ സ്നേഹിച്ചു വശത്താക്കി വിവാഹ വാഗ്ദാനമൊക്കെ കൊടുത്തിട്ട് ഗർഭിണിയാക്കി. പക്ഷേ അയാൾ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറി അവളെ ചതിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സുമതി എന്തെന്ന് അറിയോ? ഈ ഒരു കാര്യം നാട്ടിൽ മൊത്തം പാട്ടാക്കി. അങ്ങനെ എല്ലാവരും അറിഞ്ഞതിന് ശേഷം ഈ മുതലാളി മകനും കുറേ നാണം കെട്ടു. സോ അവരതിനൊരു പക വീട്ടണമെന്നൊരു തോന്നലുണ്ടായി ഈ മുതലാളിക്ക് മകനും. ഈ രത്നാകരൻ പശ്ചാത്താപം നടിച്ച് സുമതിയോട് വീണ്ടും സ്നേഹം നടിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് ഒളിച്ചോടി തമിഴ്നാട്ടിലേക്ക് എങ്ങാനും പോയിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുമതിയെ വിളിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകാനായിട്ട് യാത്ര തുടങ്ങുന്നു. കൂട്ടത്തിലെ സഹായത്തിനായിട്ട് രത്നാകരൻ്റെ സുഹൃത്തായ രവീന്ദ്രനും കൂടി കാറിലേക്ക് കയറുന്നു. പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട മെയിൻ റോഡിന് പകരം അവർ വേറൊരു വഴിയിലേക്കാണ് തിരിയുന്നത്. ഈ റൂട്ടിലെ ഇപ്പോൾ ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട്, ഈ വഴി, ഇത് ആക്ച്വലി ഒരു വനപാതയാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. ഈ വഴിയിലൂടെ ഇങ്ങനെ കാർ ഓടിച്ചു പോയിട്ട് ഒരു എസ് ഷേപ്പിലുള്ള ഒരു വളവിൻ്റെ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് അവളെ വളരെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. ഒന്ന് ഓർക്കണം, അവൾ പ്രഗ്നൻ്റാണ്. കൂട്ടത്തിൽ ഇങ്ങനൊരു ചതിയും കൂടി. എന്താ അല്ലേ? പക്ഷേ അവരെ രണ്ടുപേരെയും പോലീസ് പിടിക്കുകയും അവർ 15 വർഷത്തെ കഠിന ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പിന്നെ അവർ പുറത്തിറങ്ങി സാധാരണ പോലെ ജീവിച്ച് മരിക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ വീഴുന്നതും, പിന്നെ ഏത് വാഹനം എതുവഴി പോയാലും സ്റ്റോപ്പായി പോകുന്നു, പിന്നെ വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീയെ കാണുന്നതായിട്ടുള്ള പല അനുഭവങ്ങളും ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു വശം എന്ന് വെച്ചാൽ, ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഈ സാമൂഹിക വിരുദ്ധർ, അവരുടെ പല നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഈ ഒരു സ്ഥലം ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പല കഥകളും, ചിലപ്പോൾ ചെറിയ കഥകൾ, ചിലപ്പോൾ വലിയ കഥകളായിട്ട് അവരിങ്ങനെ പടച്ചു വിടുന്നുണ്ടാവാം. പക്ഷെ അതും കൃത്യമായിട്ട് ഉറപ്പുള്ളൊരു കാര്യമല്ല. ആക്ച്വലി സുമതിയുടെ ഈ ഒരു കൊലപാതകം നടക്കുന്നത് 1953 ജനുവരി 27 ചൊവ്വാഴ്ചയാണ്. അതായത് ഏകദേശം 70 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ പോലും ഈ വഴി അധികം ആൾക്കാരൊന്നും ട്രാവലൊന്നും ചെയ്യുന്നില്ല രാത്രി. അപ്പോൾ പിന്നെ ഒരു 70, 60, 50 വർഷം മുന്നേ ഉള്ളൊരു കാര്യമൊന്നും പറയണ്ടല്ലോ അല്ലേ? ഇതാണ് കേട്ടോ സുമതി വളവിൻ്റെ എസ് ഷേപ്പിലുള്ളൊരു വളവ് കാണിക്കുന്നൊരു സൈൻ ബോർഡ്. ഇത് എപ്പോഴാണ് സ്ഥാപിച്ചതെന്നൊന്നും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, വേറൊരു കഥ കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഏകദേശം 1805 നടന്നൊരു കഥയാണ്. ആ സമയം ഇതുവഴി ഭയങ്കരമായിട്ടുള്ള വനപാതയായിരുന്നു. അപ്പോഴൊരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു തമിഴ് യുവതിയെ ബ്രിട്ടീഷുകാരുടെ പടയാളികൾ ഒരു 3-4 പേര് ചേർന്നിട്ട് ഭയങ്കര ക്രൂരമായിട്ട്, അവളും ആക്ച്വലി പൂർണ്ണ ഗർഭിണിയായിരുന്നു, അവളെയും ഭയങ്കര ക്രൂരമായിട്ട് റേപ്പൊക്കെ ചെയ്ത് ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു സ്ഥലത്ത്. അതായത് ആ സുമതി കൊല്ലപ്പെടുന്നതിന് ഏകദേശം 150 വർഷങ്ങൾക്ക് മുന്നേ. ആ ഒരു 150 വർഷമായിട്ട് ഈ ഒരു ശല്യം ഇവിടെ ഉണ്ടെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അതിന് 150 വർഷം കഴിഞ്ഞിട്ടാണ് സുമതി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ഇതുപോലുള്ള കൊലപാതകങ്ങളൊക്കെ ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് ഒക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും നടക്കത്തില്ലായിരിക്കും അല്ലേ? ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലുള്ളൊരു സ്ഥലമാണിതെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ടുള്ള കൺസ്ട്രക്ഷനോ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഇങ്ങോട്ടേക്ക് അധികം വരാത്തത്. പിന്നെ ഇതുപോലുള്ള ഹോണ്ടിങ് ആയിട്ടുള്ള പ്ലേസുകളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ പ്രേതം അല്ലെങ്കിൽ ഒരു ഹോണ്ടിങ് പേടിയൊന്നുമല്ല ഉള്ളത്. ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്തേക്കാം, അവർ നമ്മളെ വണ്ടീനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം. സോ ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പേടിയാണ് ഉള്ളത്.
ഇപ്പോൾ സുമതി വളവായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു വീടായിക്കോട്ടെ, ഇങ്ങനെയുള്ള കുറേ റൂമേഴ്സും കുറേ ന്യൂസൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ആൾക്കാരൊന്നും അങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ. അധികം വണ്ടികളൊന്നും പോകുന്നത് കണ്ടില്ല. ഇപ്പോൾ കൃത്യമായിട്ട് സമയം പറയുകയാണെങ്കിൽ 1:15, 1 മണി 1:15, ഒരു മിഡ് നൈറ്റാണ്. സുമതി എന്ന പ്രതികാരദാഹിയായിട്ടുള്ള യക്ഷി ഉണ്ടോ ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് വേറെയും വണ്ടികളൊക്കെ അതുവഴി ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ വണ്ടി വരുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്, എങ്ങാനും തട്ടിയിട്ടിട്ട് പോയാലോന്ന്. പക്ഷേ അവരൊന്നും ചെയ്തില്ല. ഈ സുമതി വളവ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു ഗ്രാമം, മൈലമൂട് എന്ന് പറയുന്നൊരു ഗ്രാമം. അവിടെ എത്തിയപ്പോൾ അവിടെ വീടും ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ രാത്രി ആയതുകൊണ്ട് വേറെ മനുഷ്യരാരെയും കണ്ടില്ല പുറത്ത്. പിന്നെ കേരളത്തിൽ എവിടെ പോലും കാണാൻ പറ്റുന്നതാണല്ലോ ഈ തെരുവ് നായ്കൾ, അതവിടെ ഉണ്ടായിരുന്നു. തിരികെ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും വീടെത്തി. സുമതി വളവിന് പിന്നിലെ കഥകളൊക്കെ ശരിക്കും ഉള്ളതാണോ, മിഥ്യയാണോ, ആരെങ്കിലും പടച്ചു വിടുന്നതാണോ, ആർക്കറിയാം അല്ലേ?